ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന കേരള PSCയുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ ഒരു എക്സാം അനലൈസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ C കോഡാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം: മലബാർ ലഹളയ്ക്ക് ഇരയായവർക്കിടയിൽ സാമൂഹ്യ സേവനങ്ങൾ നടത്തി ശ്രദ്ധ നേടിയത് ഇതിൽ ആരാണ്? ഓപ്ഷൻ എ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: വിശ്വവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കറക്റ്റ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം? ഓപ്ഷൻ ബി മുസിരിസ് ആണ് കറക്റ്റ് ഉത്തരം. നാലാമത്തെ ചോദ്യം: കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ? വി കൃഷ്ണൻ തമ്പിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ റാണി ഗൗരി ലക്ഷ്മി ഭായിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ 2ഉം 4ഉം. അതായത് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി, അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കി. ഓപ്ഷൻ 2 and 4 ആണ് കറക്റ്റ് ഉത്തരം. അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി. ആറാമത്തെ ചോദ്യം: ജപ്പാൻ റഷ്യയെ ആക്രമിച്ച വർഷം? ഓപ്ഷൻ സി 1904 ആണ്. ഏഴാമത്തെ ചോദ്യം: ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ഈസ് ദ റൈറ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം: അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ സി മെർക്കുറി ബാരോമീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം: ലോക ഭൗമ ദിനം ആഘോഷിക്കുന്നത്? ഓപ്ഷൻ ഡി ഏപ്രിൽ 22 ആണ് കറക്റ്റ് ആൻസർ. പത്താമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായിട്ട് കാണപ്പെടുന്ന വനവിഭാഗം ഏത്? ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 11ാമത്തെ ചോദ്യത്തിന് ഉത്തരം: ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി? ദാമോദർ. ഓപ്ഷൻ ബി ദാമോദർ ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് 11th ക്വസ്റ്റ്യൻ. 12ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി താരാപൂർ കറക്റ്റ് ഉത്തരം വരുന്നത്. 13ാമത്തെ ചോദ്യം നോക്കുമ്പോൾ ഉദാരവൽക്കരണവുമായിട്ട് ബന്ധമില്ലാത്ത നയം ഏത്? ഓപ്ഷൻ സി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്നുള്ളത് പ്രൈവറ്റൈസേഷനെയാണ് പറയുന്നത്. അതാണ് 13ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം. 14ാമത്തെ ചോദ്യം: ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായിട്ട് 1995 നിലവിൽ വന്ന സംഘടന ഏത്? WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് 14ാമത്തെ ചോദ്യം. 15ാമത്തെ ചോദ്യം: ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു എന്നുള്ളതാണ് 15ന് ഉത്തരം. 16 പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് PC മഹലനോബിസിന്റെ എന്ന ശാസ്ത്രജ്ഞനുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 8ാം പഞ്ചവത്സര പദ്ധതിയിലാണ് മഹലനോബിസിന്റെ വികസന ആസൂത്രണ നയം മുന്നോട്ട് വെച്ചത്. തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് 16th ക്വസ്റ്റ്യൻ. 17ാമത്തെ ചോദ്യം: ഭൂപരിഷ്കരണത്തിന്റെ ഭൂപരിധി നിശ്ചയിക്കൽ എന്ന നടപടിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക. ഓപ്ഷൻ ഡി. 4ാമത്തെ ഓപ്ഷൻ ഭൂ ഉടമസ്ഥത കുറച്ചു പേരിൽ കേന്ദ്രീകരിക്കപ്പെടുന്നത് ഒഴിവാക്കുക. ഇതാണ് 17ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 18ാമത്തെ ചോദ്യം: നീതി ആയോഗിന്റെ ഭരണ പരിഷ്കരണ വിഭാഗം വിവിധ മേഖലകളിൽ ഭരണങ്ങൾ ദീർഘകാലവും വ്യവസ്ഥാപിതവുമായിട്ട് പരിവർത്തിക്കുന്നതിന് ഉത്തരവാദിയാണ്. 2047 ഡാഷ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിർണായകമായിട്ടുള്ള ഘടനാപരവും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് 2025 ഏപ്രിൽ 3 ഈ വിഭാഗം സ്ഥാപിതമായിട്ട് ഉണ്ടായി. അപ്പം 18ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ വികസിത ഭാരത്. 2047 വികസിത ഭാരതാണ് ഉത്തരം. 19ാമത്തെ ചോദ്യം: ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ കേന്ദ്രവും സംസ്ഥാനങ്ങൾ തമ്മിലും തർക്കങ്ങൾ ഉടലെടുത്താൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ഉത്ഭവാധികാരം. ഓപ്ഷൻ ഡി ഉത്ഭവാധികാരമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. 19ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ഡി ഉത്ഭവാധികാരം. 20ാമത്തെ ചോദ്യം: രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക.
ഓപ്ഷൻ എ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ് 20ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. 21ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പട്ടികയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ശരിയായി കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി പ്രതിരോധം, ആണവോർജം, തുറമുഖങ്ങൾ, വിദേശകാര്യം എന്ന ഓപ്ഷൻ ബി ആണ് 21ന് ഉത്തരമായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകാമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി? ഓപ്ഷൻ സി PK തുങ്കൻ കമ്മിറ്റിയാണ് കറക്റ്റ് ആൻസർ. 23 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി പ്രാദേശിക ഗവൺമെന്റുകൾ, അതായത് സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തൽ ഇതിൽ വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 23ന്റെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് 23ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. 24ാമത്തെ ചോദ്യം നോക്കുമ്പോൾ പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് രാജ്ഭവൻ. ഓപ്ഷൻ എ രാജ്ഭവൻ. 25ാമത്തെ ചോദ്യം ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 2, 4 കറക്റ്റ് വരുന്നത്. ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിട്ടിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. 25ന് ഉത്തരം ഓപ്ഷൻ ബി. 26ാമത്തെ ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മൗലികാവകാശം സംബന്ധിച്ച് ഏറ്റവും ഉചിതമായിട്ടുള്ള പ്രസ്താവന ഏതാണ്? വ്യക്തിത്വ വികസനത്തിന് അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങൾ. ഓപ്ഷൻ എ ആണ് 26ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. 27ാമത്തെ ചോദ്യം ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? പ്രസ്താവന 1ഉം 2ഉം ശരിയാണെന്നുള്ള ഓപ്ഷൻ ബി ആണ് 27ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം. ഇന്ത്യയുടെ കേന്ദ്ര നിയമനിർമ്മാണ സഭയാണ് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. 27ന് ഉത്തരം ഓപ്ഷൻ ബി. 28ാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ, അതിന് കറക്റ്റ് ഉത്തരം വായിച്ചു വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ഒരു സാമ്പത്തിക വർഷം 100ൽ കുറയാത്ത തൊഴിൽ ദിനങ്ങൾ ആണ് ഉള്ളത്. 2 ദേശീയ ട്രൈബൽ പ്ലസ് എന്ന പദ്ധതി MGNREGS കൂടാതെ അധികമായിട്ട് പട്ടികവർഗ വിഭാഗത്തിന് തൊഴിലുറപ്പ് പ്രദാനം ചെയ്യുന്നു. 1ഉം 2ഉം എന്നുള്ള ആ ഓപ്ഷൻ, അതായത് 28ന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി 1ഉം 2 എന്നിവ ശരിയാണ്. 29ാമത്തെ ചോദ്യം വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ശ്രീ K സോമപ്രസാദ് ആണ് കറക്റ്റ് ഉത്തരം. 30ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെ? 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രമാണ് തെറ്റായിട്ട് വരുന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക് IMR ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് എന്നുള്ള ആ ഓപ്ഷനാണ് തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് 30ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 31ാമത്തെ ചോദ്യം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായിട്ടുള്ള ചങ്ങാതി എന്ന പദ്ധതി താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിന് ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പദ്ധതിയാണ് ഈ പറയുന്ന ചങ്ങാതി. 31ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 32ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഒരു ജീവിതശൈലി രോഗം ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി മലേറിയ ആണ് ഉത്തരം. 32ന് ഉത്തരം ഓപ്ഷൻ സി മലേറിയ. 33ാമത്തെ ചോദ്യം വൈറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ ബി ബെറിബെറി. 33ന് ഉത്തരം ഓപ്ഷൻ ബി ബെറിബെറി. 34ാമത്തെ ചോദ്യം 2030 കൂടി കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ NDC ആണ്. നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന ഓപ്ഷൻ ബി ആണ് 34ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. 35ാമത്തെ ചോദ്യം പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം. ഓപ്ഷൻ എ സെറിബെല്ലമാണ് കറക്റ്റ് ഉത്തരം. 35ന് ഉത്തരം ഓപ്ഷൻ എ സെറിബെല്ലം. 36ാമത്തെ ചോദ്യം ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായിട്ടും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ അവയവം ഏതാണ്? ഓപ്ഷൻ ബി കരളാണ് കറക്റ്റ് ഉത്തരം വരുന്നത്. 37ാമത്തെ ചോദ്യം കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്ര മിഷന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? 37ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദം ആക്കുക എന്നുള്ളതാണ്. 38ാമത്തെ ചോദ്യം താഴെ ഒരു പ്രസ്താവനയും ഒരു കാരണവും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുക്കുക. പ്രസ്താവന ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിന്റെ മൂല്യം ഭൂമധ്യരേഖയിൽ കുറവും ധ്രുവങ്ങളിൽ കൂടുതലും ആയിരിക്കും. കാരണം ഭൂമധ്യരേഖയിലെ
ഭൂമിയുടെ ആരം കൂടുതലും ധ്രുവങ്ങളിൽ ഭൂമിയുടെ ആരം കുറവും ആണ് എന്നുള്ളതാണ്. അതിന് കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. എന്നാൽ പ്രസ്താവനയുടെ ശരിയായ വിശദീകരണം ആണ് നൽകിയിരിക്കുന്നതെന്ന് കാരണം. ഓപ്ഷൻ ഡി ആണ് 38-ന് ഉത്തരമായിട്ട് വരുന്നത്. 39-ാമത്തെ ചോദ്യം, കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ ഡി CMS-3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. 39-ന് ഉത്തരം ഓപ്ഷൻ ഡി. 40. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഊഷ്മാവ് കൂടിയാൽ ദ്രവങ്ങളിൽ പ്രതലബലം കുറയുന്നു, ശരിയാണ്. ഒരേ സമയം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ് കോഹിഷൻ, ശരിയാണ്. കാപ്പിലറി ട്യൂബിൽ വെള്ളം എടുത്താൽ കേശിക ഉയർച്ചയാണ് ഉണ്ടാകുന്നത്, ശരിയാണ്. ഓപ്ഷൻ ബി ആണ് 40-ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത്. 41-ാമത്തെ ചോദ്യം, വ്യാസം 20 സെന്റിമീറ്റർ ഉള്ള ഒരു ദർപ്പണത്തിൽ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 5 സെന്റിമീറ്റർ. ഓപ്ഷൻ സി 5 സെന്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് 41th ക്വസ്റ്റ്യൻ. 42-ാമത്തെ ചോദ്യം, ഒരു മൂലകത്തിന്റെ അറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല, കാരണം ഓപ്ഷൻ എ മൂലകങ്ങൾക്ക് ഐസോടോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരം ഇല്ലാത്ത ഓറൽ കഫ് സിറപ്പുകൾ അടങ്ങിയിട്ടുള്ള വിഷകരമായിട്ടുള്ള സംയുക്തം ഏതാണ്? ഓപ്ഷൻ ഡി ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു. N2+3H2 gives 2NH3. ഡെൽറ്റ H = -92.38 കിലോജൂൾ പെർ മോൾ എന്ന സന്തുലിത രാസപ്രവർത്തനത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. 1, 3. ഇതൊരു താപമോചക രാസപ്രവർത്തനമാണ്. ഉയർന്ന മർദ്ദത്തിൽ കൂടുതൽ NH3 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓപ്ഷൻ സി 1, 3 മാത്രം ശരിയാണ് എന്നുള്ളതാണ് 44-ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 45-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന മെറ്റൽ ഓക്സൈഡ് സ്വഭാവ ജോഡിയിൽ തെറ്റായത് ഏത്? ഓപ്ഷൻ ബി Na2O. അത് അസിഡിക് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അത് തെറ്റാണ്. അതുകൊണ്ട് അത് ബേസിക് ആയിട്ടാണ് വരേണ്ടത്. അതിനാൽ 45-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി ആണ്. 46-ാമത്തെ ചോദ്യം, 2025-ൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായിട്ടുള്ള കായിക താരം ആരാണ്? ഓപ്ഷൻ സി PR ശ്രീജേഷ് is the right answer of 46th question. ഓപ്ഷൻ സി. 47-ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? ബാനു മുസ്താഖിന്റെ ചെറുകഥാ സമാഹാരമായിട്ടുള്ള ഹാർട്ട് ലാമ്പ് 2025-ലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് സമ്മാനം നേടി. അതേപോലെ ഈ സന്തോഷ് കുമാറിന്റെ നോവലായിട്ടുള്ള തപോമയുടെ അച്ഛൻ 2025-ലെ വയലാർ പുരസ്കാരം നേടി. ഓപ്ഷൻ സി 1, 3 മാത്രം ശരിയാണ് എന്നുള്ളതാണ് 47-ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 47-ന് ഉത്തരം ഓപ്ഷൻ സി. 48, മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായിട്ടുള്ള സംഭാവന നൽകിയ കലാകാരനാണ് കാവാലം നാരായണ പണിക്കർ. ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ. 48-ന് ഉത്തരം ഓപ്ഷൻ എ. 49, നാടൻ ജീവിതത്തിലെ ഇടർച്ചയും പതർച്ചയും ആവിഷ്കരിക്കുന്ന ഇരവിക്കുട്ടി പിള്ളയുടെ പോര് എന്ന വിഭാഗത്തിൽപ്പെടുന്ന നാടൻ പാട്ട്. ഇത് ഓപ്ഷൻ ഡി. 49-ന് ഉത്തരം ഓപ്ഷൻ ഡി തെക്കൻ പാട്ടാണ് കറക്റ്റ് ഉത്തരം വരുന്നത്. 50-ാമത്തെ ചോദ്യം, ഏറിയ ദുഃഖത്തിലും ജീവിതോല്ലാസത്തിൽ വേരുറപ്പി വിട് കാണുമോ വേറെങ്ങാനും എന്ന ഈ വരി രചിച്ച കവി ആരാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോന്റെയാണ് ഈ ഒരു പറഞ്ഞ വരിയുള്ളത്. ഓപ്ഷൻ ബി വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് 50th ക്വസ്റ്റ്യൻ. 50-ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഇനി മാത്സ് ആണ് വരുന്നത്. 51-ാമത്തെ ചോദ്യം, A/B = 2:7 ആയാൽ A/B = B/A = നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സൗകര്യം ഇത് ഇല്ല, കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓപ്ഷൻസ് മാത്രം മാർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 4:49. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് 51th ക്വസ്റ്റ്യൻ. 52-ാമത്തെ ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? 10, 13, 17, 22, അത് കഴിഞ്ഞ് 28. 10 മുതൽ 13 3, 13 to 17 4, 17 to 22 5 ആണ് വ്യത്യാസം. അപ്പോൾ 22-ന്റെ കൂടെ 6 കൂട്ടിയിട്ട് 28 ആണ് കറക്റ്റ് ഉത്തരം. ഒറ്റയാനെ കണ്ടെത്തുക. 11, 47, 23, 63. ബാക്കി 11, 47, 23 എല്ലാം
അവിഭാജ്യ ഘടകമാണ്. 63നെ നമുക്ക് വിഭജിക്കാം. അതുകൊണ്ട് ഒറ്റയാൻ 63. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 54ാമത്തെ ചോദ്യം. സമയം 7:30 ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് 30h - 11/2 m ഇട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും 45 ഡിഗ്രി. ഓപ്ഷൻ സി 45 ഡിഗ്രിയാണ് 54ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 55ാമത്തെ ചോദ്യം. 8:511 10 അപ്പോൾ എന്താ വരും? അപ്പൊ 8ന്റെ ക്യൂബ് നമ്മൾ എടുത്തപ്പോൾ 512 കിട്ടി. അത് -1. അതേ കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ 10ന്റെ ക്യൂബ് 1000 -1 999 ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് 55th ക്വസ്റ്റ്യൻ. 56ാമത്തെ ചോദ്യം. 100നും 150നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക ചെയ്തു വരുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 3125 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി 3125 3125 ആണ് കറക്റ്റ് ഉത്തരം. 57ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 20% 36 ആയാൽ 30% എത്ര? ഓപ്ഷൻ ബി 54 ആണ് കറക്റ്റ് ഉത്തരം. 57ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 54. 5⁻1/3 ഇൻറ്റു 125⁻2/3 അത് ചെയ്തു വരുമ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി 5⁻7/3 ആണ് കറക്റ്റ് ഉത്തരം. 59ാമത്തെ ചോദ്യം. 4+6 × 5 - 3 × 2+8 എന്ന ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ 20 ആണ് ഉത്തരം ലഭിക്കുന്നത്. 59ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ എ. 60ാമത്തെ ചോദ്യം. 1/2 × 1/2 - 1/4 × 1/4 1/2 + 1/4 ചെയ്തു വരുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി 1/4 ആണ് ഉത്തരം വരുന്നത്. അടുത്ത ഇംഗ്ലീഷിലേക്ക് കിടക്കാം. രാകേഷ് ഡാഷ് ആൻ അപ്പോയിന്റ്മെന്റ് ടു സീ ദ ഡോക്ടർ. ഇറ്റ് ഈസ് അറ്റ് 11 AM ടുമാറോ. ഓപ്ഷൻ എ ഹാസ്മയുടെ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 62ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ആന്റോണിം ഓഫ് ഒപ്റ്റിമിസം? ഓപ്ഷൻ ബി പെസിമിസം ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് 62 ക്വസ്റ്റ്യൻ. 62. 62ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി പെസിമിസം. 63ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഹാസ് ദ മീനിങ് ടു റിവീൽ ദ സീക്രട്ട്? ഓപ്ഷൻ എ ടു സ്പിൽ ദ ബീൻസ്. ഓപ്ഷൻ എ ടു സ്പിൽ ദ ബീൻസ്. 63ന് ഉത്തരം ഓപ്ഷൻ എ. 64ാമത്തെ ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് കീ സ്പെൽ ടു വേൾഡ്. ഓപ്ഷൻ ഡി ACCOMMODATION. 64ന് ഉത്തരം ഓപ്ഷൻ ഡി. 65. ദ ട്രെയിൻ ഡാഷ് ദ സ്റ്റേഷൻ. ഓപ്ഷൻ എ കാൾ അറ്റ് ദ സ്റ്റേഷൻ. ഓപ്ഷൻ എ കാൾ അറ്റ്. 66ാമത്തെ ചോദ്യം. വൺ ഹു ഈസ് ഡിവോട്ടഡ് ടു ദ പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഓപ്ഷൻ ഡി എപ്പിക്യൂർ ഇസ് ദ റൈറ്റ് ആൻസർ ഓഫ് 66th ക്വസ്റ്റ്യൻ. 67ാമത്തെ ചോദ്യം. ദ വെദർ വാസ് എക്സ്ട്രീംലി ബാഡ് ദാഷ് ദ മാച്ച് വാസ് നോട്ട് ക്യാൻസൽഡ്. ഓപ്ഷൻ സി നെവർദലെസ്. ഓപ്ഷൻ സി നെവർദലെസ്. 67ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ സി. 68ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? സി ഓപ്ഷൻ എവരി സ്കൂൾ ആൻഡ് കോളേജ് ഹാവ് എ പ്ലേ ഗ്രൗണ്ട് എന്ന ആ ഒരു ഓപ്ഷൻ. 68ന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 69. രാധിക വിൽ അറ്റൈൻ ഗുഡ് മാർക്സ്. ഓപ്ഷൻ എ വോൺ ഷി. 69ന് ഉത്തരം ഓപ്ഷൻ എ വോൺ ഷി. വിശാൽസ് ഫാദർ ഈസ് ഗോയിങ് അബ്രോഡ് ഡാഷ് എ മന്ത്. ഓപ്ഷൻ ഡി 4 a month. 70ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത മലയാളത്തിലേക്ക് നോക്കുമ്പോൾ 71ാമത്തെ ചോദ്യം. നദി എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി തടിഞ്ഞിയാണ് കറക്റ്റ് ഉത്തരം. നദി തടിഞ്ഞി. ഓപ്ഷൻ സി തടിഞ്ഞി. 72. ഖണ്ഡനം വിപരീത പദം എഴുതുക. ഓപ്ഷൻ ബി മണ്ഡലമാണ് കറക്റ്റ് ഉത്തരം. 73. രണ്ട് തലയും കൊടുത്തുക എന്ന ശൈലിയുടെ അർത്ഥം ഏത്? ഓപ്ഷൻ ഡി ഏഷണി പറയുക എന്നുള്ളതാണ് ഉത്തരം. 73ന് ഉത്തരം ഓപ്ഷൻ ഡി. 74. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി രാമനും രാജനും തമ്മിൽ കലഹമുണ്ടായിരുന്നു. 74ന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 75ാമത്തെ ചോദ്യം. വിലമതിക്കാൻ വയ്യാത്തത് ഒറ്റ പദം എഴുതുക. ഓപ്ഷൻ എ അമൂല്യം ഇസ് ദ കറക്റ്റ് ആൻസർ. 75ന് ഉത്തരം ഓപ്ഷൻ എ ആണ്. 76ാമത്തെ ചോദ്യം. സ്ത്രീലിംഗ ശബ്ദം ഏത്? ഓപ്ഷൻ സി രാജ്ഞിയാണ് കറക്റ്റ് ഉത്തരം. 77ാമത്തെ ചോദ്യം. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ ഐകമത്യമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 78ാമത്തെ ചോദ്യം. എ ബേർഡ്സ് ഐ വ്യൂ എന്നതിന് തുല്യമായിട്ടുള്ള മലയാള വാക്യം. ഓപ്ഷൻ ബി ഒരു വിഹംഗ വീക്ഷണം എന്നുള്ളതാണ്. 78ന് ഉത്തരം ഓപ്ഷൻ ബി. 79. ചേർത്തെഴുതുക. എൻ പ്ലസ് കിൽ. ഓപ്ഷൻ എ എങ്കിൽ എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. 80ാമത്തെ ചോദ്യം. താഴെ തന്നിട്ടുള്ളതിൽ പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ബി വൈദ്യരാണ് 80ാമത്തെ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരം. അടുത്ത സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് വന്നപ്പോൾ 81ാമത്തെ ചോദ്യം തൊട്ട് ഭരണ നിർവഹണ ആവശ്യാർത്ഥം ജയിൽ വകുപ്പിനെ എത്ര മേഖലയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? ഓപ്ഷൻ ബി 3 ആണ്.
82ാമത്തെ ചോദ്യം, ബന്ധുക്കളോടൊപ്പമോ മറ്റ് അനുയോജ്യമായിട്ടുള്ള രീതിയോ സംരക്ഷിക്കാൻ കഴിയാത്ത എത്ര വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ജയിലിൽ പ്രവേശിക്കപ്പെടുന്ന അമ്മമാരോടൊപ്പം കഴിയാൻ അനുവദിക്കും? ഓപ്ഷൻ സി 6 ആണ്. 83ാമത്തെ ചോദ്യം, പ്രിസൺ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടികയിൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സ്റ്റേറ്റ് ലിസ്റ്റ്. 83ന് ഉത്തരം ഓപ്ഷൻ ബി. 84 ശിക്ഷാ തടവുകാരുടെ അവധി സംബന്ധിച്ച കേസുകൾ പുനരവലോകനം ചെയ്യുന്ന സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസസ് ആണ്. 84ന് ഉത്തരം ഓപ്ഷൻ സി. 85ാമത്തെ ചോദ്യം, കേരളത്തിൽ അവസാനമായിട്ട് സ്ഥാപിച്ച സെൻട്രൽ പ്രിസൺ അല്ലെങ്കിൽ ആൻഡ് കറക്ഷണൽ ഹോമിന്റെ പേരെന്താണ്? ഓപ്ഷൻ ഡി സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോം തവനൂർ മലപ്പുറമാണ്. 85ന് ഉത്തരം ഓപ്ഷൻ ഡി. 86ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ജീവന്റെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ച് വിവരങ്ങൾ അറിയാൻ അപേക്ഷ സമർപ്പിച്ചാൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ 48 മണിക്കൂറാണ്. 86ന് ഉത്തരം ഓപ്ഷൻ എ. 87ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ ബി 1993 ആണ്. 87ന് ഉത്തരം. 88ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കുട്ടികളുടെ അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന കരാർ ഏതാണ്? ഓപ്ഷൻ എ CRC ആണ് കറക്റ്റ് ആൻസർ. 88ന് ഉത്തരം ഓപ്ഷൻ എ. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ന്യൂയോർക്ക് ആണ് കറക്റ്റ് ഉത്തരം. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൽ UDHRന്റെ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ട്? ഓപ്ഷൻ എ 30 അനുച്ഛേദമുണ്ട്. 90ന് ഉത്തരം ഓപ്ഷൻ എ. 91ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 91ന് ഉത്തരം ഓപ്ഷൻ ബി. ദേശീയ സുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് നിഷ്കർഷിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി സെക്ഷൻ 8ൽ 1 സബ്സെക്ഷൻ എ ആണ് വരുന്നത്. 92ന് ഉത്തരം ഓപ്ഷൻ സി. 93ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ഒക്ടോബർ 12, 2005. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഓഫ് 93ാമത്തെ ചോദ്യം. 93ന് ഉത്തരം ഓപ്ഷൻ ഡി. 94ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ന്യൂഡൽഹി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരുന്നത്. 94ന് ഉത്തരം ഓപ്ഷൻ എ. 95ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഡിസംബർ 10 ആണ് കറക്റ്റ് ഉത്തരം. 95ന് ഓപ്ഷൻ സി. 96ാമത്തെ ചോദ്യം, ജൈവിക അഭിപ്രായരണ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻ എ ഹൈപ്പോതലമസ് ആണ്. 96ന്റെ ഉത്തരം ഓപ്ഷൻ എ. 97ാമത്തെ ചോദ്യം, സാമൂഹിക ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചുറ്റിലുമുള്ളവർ മോശമായിട്ട് വിലയിരുത്തുമെന്ന ഭയം അനുഭവപ്പെടുകയും പൊതുവേദിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് ഏത് ഉത്കണ്ഠ രോഗത്തിന്റെ ലക്ഷണമാണ്? ഓപ്ഷൻ സി സോഷ്യൽ ഫോബിയ ആണ് കറക്റ്റ് ഉത്തരം. 97ന് ഉത്തരം ഓപ്ഷൻ സി. 98ാമത്തെ ചോദ്യം, മാനസിക സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. മാനസിക സമ്മർദ്ദം പ്രതിരോധ ശേഷി കുറവുണ്ടാകും. മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധ രോഗങ്ങൾ ഉണ്ടാക്കും. മാനസിക സമ്മർദ്ദം ടൈപ്പ് 2 പ്രമേഹം കാരണമായേക്കാം. മാനസിക സമ്മർദ്ദം അർബുദത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. 4ഉം കറക്റ്റാണ്. അതുകൊണ്ട് 98ന് ഉത്തരം ഓപ്ഷൻ ഡി. 99ാമത്തെ ചോദ്യം, അസ്തിത്വ ബോധ ബുദ്ധിയെ വിശദീകരിക്കുന്ന വാചകം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ജീവിതത്തിലെ അർത്ഥവും ലക്ഷ്യവും തേടുന്നതാണ്. 99ന് ഉത്തരം ഓപ്ഷൻ സി ആണ്. 100ാമത്തെ ലാസ്റ്റ് ചോദ്യം, ഫ്രോയിഡിന്റെ സൈക്കോ ലൈംഗിക വികസന ഘട്ടത്തിൽ ധാർമ്മിക വികസനം ഏത് ഘട്ടത്തിൽ ആരംഭിക്കുന്നു? ഓപ്ഷൻ സി ഫാലിക് ഘട്ടമാണ് 100ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം? എല്ലാം അത്യാവശ്യം എഴുതാൻ പറ്റിയോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കണേ. ഇതിനകത്ത് നിങ്ങൾ തെറ്റെന്നൊക്കെ ഈ ഇട്ടേക്കുന്നതൊന്നും നോക്കണ്ട. ഞാൻ ഈ മഞ്ഞ മാർക്ക് ചെയ്തിട്ടേക്കണേ ഇപ്പം ഞാൻ ജസ്റ്റ് അടയാളപ്പെടുത്തി കാണിച്ചതാണ് ഏകദേശം കറക്റ്റായിട്ടുള്ളത്. നമ്മൾ ടീച്ചേഴ്സ്മാരുടെ കറക്റ്റ് ഒരു ഒപ്പീനിയൻ വെച്ചാണ് നമ്മൾ ഈ ഉത്തരം കണ്ടുപിടിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഞാനും അത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തേക്കാം. കറക്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള ആൻസർ കീ എക്സ്പ്ലനേഷൻ വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ ടോപ്പിക്സ് എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്കും മറ്റ് ഡീറ്റെയിൽഡ് ക്ലാസ്സിനും നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതാണ്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.